Hey Sadiq, where are we going? ഉദകമണ്ഡലം. ഉദകമണ്ഡലം അതെവിടെ? അതാ കുട്ടീന്റെ പയ്യപേര്. ഓ അങ്ങനെയൊക്കെ ഉണ്ടോ? സോ എങ്ങനെയാണ് ഈ ട്രിപ്പ് നമ്മളെ എങ്ങനെയാണ് ഈ ട്രിപ്പ് നമ്മൾ പ്ലാൻ ചെയ്തത്? ഇപ്പോ തൽക്കാലം ഞാൻ ഇപ്പോ ബാത്റൂമിൽ പോകാൻ നോക്കാം. അത് കഴിഞ്ഞതിന് ശേഷം അതെ ഗൈസ്, ട്രിപ്പ് പോകാൻ ഇറങ്ങാൻ നിൽക്കുമ്പോൾ ടോയ്ലറ്റിൽ പോകുന്നൊരു ഒരുത്തനുണ്ടാവൂലേ, അവനാണ് പൊറോട്ടയും ഫ്രൈഡ് റൈസൊക്കെ അടിച്ച് കയറ്റി അവനിപ്പോൾ ടോയ്ലറ്റിൽ പോകണം. അവൻ പോയിട്ട് വരട്ടെ, നമുക്കിപ്പോൾ ബാക്കിയുള്ളവരെ കാണാം. ഓക്കെ. ഹേയ്, സോ നമ്മളിപ്പോൾ ഉള്ളത് ജാവിദിൻ്റെ ഫ്ലാറ്റിലാണ്. സോ നമ്മൾ ഇവിടെ നിന്നാണ് ഈ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യണത്. ഞാനും ജാവിദും പുകളും സാദിക്കും ഈ 4 പേരാണ് പോണത്. ഈ ഒരു ട്രിപ്പ് ലൈക്ക് നമ്മൾ കഴിഞ്ഞ കൊല്ലം മെയിൽ ഇതേപോലെ തന്നെ ഒന്ന് മൂന്നാർക്ക് പോയായിരുന്നു. ഒരു ദിവസം ഒരു സാറ്റർഡേ, ഐ തിങ്ക് സാറ്റർഡേ നൈറ്റ് എന്തോ പോയിട്ട് സൺഡേ തിരിച്ചു വന്നു. ജസ്റ്റ് ഒരു ദിവസം അവിടെ സ്റ്റേ ചെയ്ത് ജസ്റ്റ് ഒന്ന് വൈബാക്കിയിട്ട് തിരിച്ചു വന്നു. അപ്പോൾ അതേപോലെ തന്നെ ഈ ഇയർ നമുക്ക് എവിടെയെങ്കിലും പോകണമെന്ന് ഞാനിങ്ങനെ ജാവിദിനോട് പറഞ്ഞപ്പോൾ അപ്പോൾ പുള്ളി ഓക്കെ പ്ലാൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ പ്ലാൻ ചെയ്ത് ആക്ച്വലി ലാസ്റ്റ് വീക്ക് പോകാനായിരുന്നത്. പക്ഷേ ലാസ്റ്റ് വീക്ക് ഇങ്ങനെ സാദിക്ക് നാട്ടിൽ പോയി, ദെൻ ഞാൻ ബിസി ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വേണ്ടിയിട്ട് ഈ വീക്കിലൊക്കെ അത് പോസ്റ്റ് ഓൺ ചെയ്ത്. അപ്പോൾ എവിടെ പോകുന്ന ആലോചിച്ചപ്പോൾ ഇങ്ങനെ ഫ്രൈഡേ നൈറ്റ് നമുക്ക് ഊട്ടിക്ക് വിടാം എന്നുള്ളൊരു പ്ലാനായിരുന്നു. അങ്ങനെ ഊട്ടി നമ്മുടെ പ്ലാനിൽ വന്ന് നമുക്ക് ഊട്ടിയിലോട്ടൊരു റൈഡ് പോകാം, ഡ്രൈവ് പോകാം, ഇവിടുന്ന് കാറിന് പോകാം എന്നുള്ളൊരു ഡിസിഷനിലോട്ടെത്തി. Hey Machi. Hey Machi, po Machi. Are you excited for the trip? Very excited. Machi, ഉള്ള പോടാ. ഉള്ള പോടാ. നീക്കണല്ലേ? ഇതാണ് ജലദോഷം പിടിച്ച് ട്രിപ്പ് വരാൻ ക്യാൻസൽ ആക്കാതിരുന്ന ജാവദ്. കയ്യെ കണ്ടോ? എനിക്ക് വേണ്ട, ഞാൻ എടുത്തിട്ടുണ്ട്. ഓക്കെ, വി ആർ ഗോയിങ് ഗൈസ്. വെൽക്കം ടു ഊട്ടി. എന്തോ ഊട്ടി, നൈസ് ടു മീറ്റ് യു. സോ നമ്മൾ ജാവിദിന്റെ ഫ്ലാറ്റിൽ നിന്ന് ഇറങ്ങുവാണ്. ഇപ്പൊ സമയം 11:55 ആയ. 11:55. എന്റെ ക്യാമറ കൊടുത്താ? എന്റെ ക്യാമറ കൊടുത്തില്ല. എന്റെ ഉള്ളിൽ ബോക്സ് ഇല്ലേ? ഏത് ബോക്സ്? ഈ ഗോപ്രോന്റെ ബോക്സ് ഇല്ലേ? ഓക്കെ. മഴ, യെസ്, സന്തോഷാസൂചകം. അത്രേ ഉള്ളൂ. അവിടെ വെച്ചോ. എത്ര ജോഡി ഡ്രസ് ഉണ്ടെന്ന് അറിയോ? ഞാൻ എല്ലായിടത്തും പോകുമ്പോഴും അതെ, അത്ര ഒന്നുമില്ല. ഞാൻ എല്ലായിടത്തും പോയാലും ഞാൻ കുറെ ഡ്രസ് എടുത്തിട്ട് പോകും. കാരണം ഡ്രസ്സിന് ഷോർട്ടേജ് ഉണ്ടാവരുത്. മുമ്പ് എനിക്ക് ഇങ്ങനത്തെ കുറെ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ഡ്രസ്സിന് ഷോർട്ടേജ് വന്നിട്ട് ഞാൻ ഷോർട്സ് എടുക്കാനൊക്കെ മറന്നിട്ടുണ്ട്. ആ പ്രശ്നം ഉണ്ടാവരുത്. എന്താ ലൈൻ കാട്ട് ഏത്? സോ ഇവിടെ ഇപ്പൊ നല്ല മഴ തുടങ്ങിയിട്ടുണ്ട്. അതെ, തണുപ്പത്ത് പോവാം നമുക്ക്. ഊട്ടിയിലോട്ട് നമുക്ക് മഴയിൽ തന്നെ പോവാം. നല്ല മഴ. യെസ്, അങ്ങനെ ആ സുദിനം വന്നു, ആ മൊമെന്റ് വന്നു. നമ്മൾ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നു. ഒന്ന് AC ഇട്ടോ കൂട്ടാ? ഇത് ഏറില്ല. ചുമ്മാ ഒന്ന് കാലില് ബ്രേക്ക് ഇട്ട് അതല്ല, ആ കാലുണ്ട ബ്രേക്ക് അല്ലല്ലേ. അപ്പൊ നമ്മുടെ വണ്ടി ഓടിക്കുന്നത് സാധിക്കാതെ ഇപ്പോഴാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത്. ഡ്രൈവിംഗ് ക്ലാസ് ഇപ്പോഴാണ്. ഇത് വേണ്ട ഈ കാറ് ഡ്രൈവിംഗ് അറിയാത്ത മൈരന്മാരൊന്നും എനിക്കറിയാം. ലൈസൻസ് ഉണ്ട്. ഇവൻ ലൈസൻസ് ഉണ്ടായിട്ട് വണ്ടി ഓടിക്കാത്ത ഫുണ്ടയാണ്. ഓക്കെ ഗായ്സ്, അപ്പൊ നമ്മള് സ്റ്റാർട്ട് ചെയ്യാണ്. ഇനിയിപ്പോ ഇവിടെ വെച്ചിട്ട് ഈ വീഡിയോ കട്ട് ചെയ്യണം. കാരണം കാറിലാണ്. കൊറേ പരിപാടികളുണ്ട്. ഇനി ഇടക്ക് നിർത്തുമ്പോ ഒക്കെ നമ്മൾ വരാം. താരം തെളിഞ്ഞു മനസ്സിനുള്ളിൽ നമുക്കാണ് ബുദ്ധിമുട്ട്. കയ്യിൽ വേണം താരകതേ താരേ താരകതേ താരേ
അങ്ങനെ ഒരു നീണ്ട ഡ്രൈവിന് ശേഷം നമ്മൾ പട്ടാമ്പി എത്തി. പെട്രോൾ അടിക്കാൻ വേണ്ടി പമ്പിൽ കയറിയാണ്. ഇനിയും കുറെ പോകാനുണ്ട്. ഗൂഡല്ലൂർ നമ്മൾ ലൊക്കേഷൻ ഇട്ടാണ് പോകുന്നത്. നമ്മൾ മസനഗുഡി വഴിയിലാണ്, പക്ഷേ എന്താ മുത്തങ്ങ ബന്ദിപ്പൂർ വഴിയല്ല പോണത്. നമ്മൾ മസനഗുഡി, ഗൂഡല്ലൂർ, മസനഗുഡി ആ റൂട്ടാണ് നമ്മൾ പോണത്. കുറച്ചു നേരം കഴിഞ്ഞിട്ട് നിർത്തിയിട്ട് ഒരു ഹോട്ട് ബൂസ്റ്റ് കുടിക്കണം, ഒരു ഹാഫ് ഓയിൽ കഴിക്കണം എന്നൊക്കെ ഉണ്ട്. ആകാം എനിക്കിപ്പോഴല്ല കിട്ടിയത്. നമ്മൾ ഈ ബുൾസ് കഴിക്കുമ്പോൾ ഒരു ഇതുണ്ട്, ഇതിങ്ങനെ എടുക്കുക, മടക്ക, പൊട്ടിപ്പോയി, ഇതിങ്ങനെ എടുക്കുക. അങ്ങനെ വേണം കഴിക്കാന്നാണ് ഞങ്ങൾ പൂക്കൾ പഠിപ്പിച്ചു തന്നേക്കണേ. ദീപ്പുകൾ അല്ലേ പൂക്കളെ? ഇങ്ങനെയല്ല ബുൾസ് കഴിക്കണ്ടേ? ഇങ്ങനെ എടുക്കാം, മൊത്തത്തിൽ മടക്ക. പറയരുത് ഫസ്റ്റ് കറുവൊക്കെ പോയില്ലേ, ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല കേട്ടാ. ഇപ്പൊ ഞാൻ കഴിച്ചേ പ്രോട്ടീൻ. ഹാവ് യു സീൻ വൺ വിജയ് സേതുപതിന്റെ ഇന്റർവ്യൂ കണ്ടിട്ടുണ്ടോ? ഇല്ല. ഞാൻ കാണിച്ചു തരാം. വേണ്ട, ഇങ്ങനെ കഴിക്കരുത്. ഇത് അവിടെ കൊണ്ടുവച്ചേ. ബ്ലാഡി ഫൂൾ. കൊച്ചി മെട്രോ. ഒരു മാലയിലവയിൽ നേരം ഒരു വണ്ടി കോഴി പോകുന്നു. ആ വണ്ടി നിറച്ചും കോഴി, ഈ വണ്ടിയിൽ ഒരു കോഴി. ഇവിടുത്തെ ഒരു കോഴി ഉണ്ട്, അത് ആ കോഴിയാണ് ഇവിടുത്തെ വീഡിയോ എടുക്കുന്നത്. കോഴിയാണ് അവന്. ആരാടാ കോഴി? നീയല്ലേ കോഴി? ഗുഡ് മോർണിംഗ്. നമ്മളിപ്പോ മുതുമല ടൈഗർ റിസർവ് കൂടി പോയിക്കൊണ്ടിരിക്കുവാണ്. ഇപ്പൊ സമയം 6:25 ആയിട്ടുണ്ട്. നല്ല തണുത്ത, അയ്യോ ഒന്നും പറയണ്ട, നല്ല ചിൽഡ് വെതർ. അതെ, ഞാൻ കാറിൻ്റെ റൂഫൊക്കെ ഓപ്പൺ ചെയ്ത് മുകളിൽ കയറിയിട്ട് പോവാം. ഒരു ചെറിയൊരു ഉറക്കം ഉറങ്ങി, ഒരു മണിക്കൂറോളം ഒന്ന് ഉറങ്ങി കാറി കിടന്ന്. നല്ല ക്ഷീണമുണ്ട്, ബട്ട് സ്റ്റിൽ ആ ഉറക്കത്തിൽ നിന്ന് എണീറ്റിട്ട് ഇങ്ങനൊരു വ്യൂ, ലൈക്ക് ഇങ്ങനൊരു ജേണി കാടിൻ്റെ നടുക്കേ കൂടി ഈ തണുത്ത കാറ്റൊക്കെ അടിച്ച് ഞാൻ 2023 ഈ വഴി ബൈക്ക് റൈഡ് വന്നതാണ് ഊട്ടിക്ക്. സോ ആ ടൈമിൽ വരുമ്പോൾ അത് ഫെബ്രുവരി ടൈമിലായിരുന്നു. ഇത്രയും പച്ചപ്പുണ്ടായിരുന്നില്ല. ഇതിപ്പോൾ ഇവിടെ മഴയൊക്കെ ആയി, നല്ല പച്ചപ്പുണ്ട് കാണാനായിട്ട്, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഐ വിൽ ഷോ യു. വിമാനം കരയേറിയൊരു ദിനം ഇളമുളം കാട്ടിലെ നമ്മളിപ്പോൾ 6 മണിക്ക് മുന്നേ ചെക്ക് പോസ്റ്റിൻ്റെ അവിടെ എത്തി. സോ ചെക്ക് പോസ്റ്റിൻ്റെ അവിടെ നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്തു. അവിടെ കിടന്ന് ഞാൻ ഉറങ്ങിയത്. ആ ടൈമിൽ, ആ വെയിറ്റിംഗ് ടൈമിലാണ് ഞാൻ ഉറങ്ങിയത്. ദെൻ 6 മണിയായപ്പോഴേക്കും ചെക്ക് പോസ്റ്റ് ഓപ്പണായി. ഇപ്പോൾ കുറേ വണ്ടികളുണ്ടായിരുന്നു ഇങ്ങടേക്ക് കയറാനായിട്ട്. അപ്പോൾ അങ്ങനെ ഓപ്പണായിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തതാണ്. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് നെക്സ്റ്റ് മസനഗുഡി, then അവിടെ നിന്ന് ഊട്ടി ഉച്ച ആകുമ്പോഴത്തേക്കും. പക്ഷേ നമ്മൾ ഈ റൂട്ട് പിടിക്കാൻ കാരണം ഈ ഒരു ജേണിക്ക് വേണ്ടി തന്നെയാണ്, ഈ കാടിൻ്റെ ഉള്ളിൽ കൂടിയുള്ള ഈ ഒരു ജേണിക്ക് വേണ്ടി. സൗണ്ട്
ഇരുകാലിനിടയിലെ ഉരസ് പൂനയായി വാഴ്ക്ക പോതുമടടാ. പുകളിരുന്ന് കമന്റ് അടിക്കണ്ട്, നമുക്ക് ചോദിക്കാം. എന്റെ വ്ളോഗിൽ സബ്സ്ക്രൈബർ പറയും ഇങ്ങനെ പാടിയല്ലേ കേട്ടോ, ഇങ്ങനെ പാടുന്നത്. അതാണ് പുകളിന്റെ അഡ്വൈസ്. പുകൾ പറയുന്നത് ഞാൻ പാട്ട് പാടിയാൽ സബ്സ്ക്രൈബേഴ്സ് കുറയുന്നു. കുറയാൻ മാത്രം സബ്സ്ക്രൈബർ ഇല്ലടാ. എല്ലാരും പോകുന്ന കേട്ടോ. അവൻ പാടട്ടെ. ഏയ് നമ്മളങ്ങനെ മുതുമലയുടെ ഇവിടെ മുതുമലയെ കുറിച്ച് ഫോറസ്റ്റ് കൂടി പോന്നിട്ട് നമ്മൾ ഇടയ്ക്ക് വെച്ച് നിർത്തി. യെസ്, സോ ദിസ് ഈസ് അവർ ക്രൂ. ഇൻട്രൊഡ്യൂസിങ് യുവർസെൽഫ്. ഉറങ്ങാതെ വണ്ടി ഓടിച്ച ജാവേദ്, ഉറങ്ങിക്കൊണ്ട് വണ്ടി ഓടിക്കാന്ന് പറഞ്ഞ സാദിഖ്, ഒന്നിനുമില്ലാതെ ഉറക്കാൻ വേണ്ടി മാത്രം വന്ന എടാ മലര് കൊള്ളപ്പുകൾ. വണ്ടി ഓടിക്കാൻ അറിയാൻ പാടില്ലാത്ത ഞാൻ. സോ ഇവിടെ നല്ല ഒരു ഫ്രെയിം ഉണ്ട്. ഇതൊക്കെ ഇവിടുത്തെ കുറച്ച് വിഷ്വൽസ് ഞാൻ ഫോണിൽ എന്തെങ്കിലും ഷൂട്ട് ചെയ്ത് കാണിച്ചു തരാം. ഇതിപ്പോൾ ഇങ്ങനെ ഗോപ്രോയിൽ കണ്ടിട്ടൊരു ഭംഗിയുണ്ടെന്ന് എനിക്കറിയില്ല. കുറച്ച് ഫോട്ടോസ് എടുക്കണം ഇവിടെ നിന്ന്. അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ നിർത്തിയേക്കണെയാണ്. സോ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് കാണാം. നീ ഒരു കണ്ണാടി വെക്കുന്ന ഒരു അടിപൊളി ഇത് കിട്ടി. അത് വീഡിയോ അല്ലേ? പുകളെ നിന്റെ ഫോട്ടോ എടുക്കണോ? ബാറ്ററി മേടിക്കണം. ആഹാ, ഞാനും ബ്ലോഗിങ് തുടങ്ങിയാലോ? അതെ, ഹലോ. ഫോട്ടോ ചെക്കിംഗ് സെഷൻ. ആരത്? ഇവിടെ മാട്രിമോണിക്കുള്ള ഫോട്ടോഷൂട്ട് നടക്കുവാണ്. ഇതാണ് നമ്മുടെ പയ്യൻ, ഇതാണ് ഫോട്ടോഗ്രാഫർ. $100 kgs of food per day. നമ്മളിപ്പോൾ മസിനഗുഡി എത്തി. നമ്മൾ ഇവിടെ ഒരു സ്ഥലത്ത് ചായ കുടിക്കാൻ വേണ്ടി നിർത്തിയതാണ്. അപ്പോൾ ഇവിടെ അതിൻ്റെ ബാക്ക് സൈഡിലായിട്ടൊരു നൈസ് വ്യൂ, അതായത് ഒരു ചെറിയ ലേക്കാണോ? ലേക്കും അവിടെ ഒരു നല്ലൊരു ഗ്രാമീണ ഭംഗി, ഒരു പ്രകൃതി ഭംഗി, അതൊന്നും നമുക്ക് കാണാം. ഓക്കെ, സാധിക്കുന്നത് കാണണം, അങ്ങോട്ട് പോകണം എന്ന് പറഞ്ഞിട്ട്. ഇവിടെ ഒരു ചെറിയ ടെമ്പിളൊക്കെ ഉണ്ട്. സോ ഞാൻ ലാസ്റ്റ് ടൈം ഊട്ടി റൈഡ് വന്നപ്പോഴും അവിടെ ഒരു പ്ലേസ് വെച്ചിട്ട് തന്നെയാണ് ചായ കുടിച്ചതും. അവിടെ ഒരു കരിക്ക് കട ഉണ്ടായിരുന്നു ഒരു ചേച്ചിയുടെ അടുത്ത് നിന്ന്. അവിടെ നിന്ന് കരിക്ക് വാങ്ങി കുടിച്ചു. ഇവിടെയാണ് റീഫ്രഷ് ചെയ്തത്. ദെൻ ഓക്കെ, സോ ഈ തവണ അവിടെ തന്നെ നിർത്തി. അപ്പോൾ നമ്മൾ ആ കടയുടെ ബാക്കിലുള്ള ഒരു ലേക്ക് കാണാൻ പോവാം. ഇവിടെ ഒരു ടെമ്പിൾ ഉണ്ട്. എന്തായി വഴിയില്ല അവിടെ? കുത്തുന്നു. അതെ, അവിടെ കുറച്ച് കാളക്കുട്ടന്മാർ നിൽക്കുന്നു. അപ്പോൾ ഉമ്മാരിക്ക് പേടി. നിനക്കൊക്കെ എന്തിനൊക്കെയാടാ പേടി? പേടിയില്ലാത്ത എന്തെങ്കിലും ഉണ്ടോ? ആനെ ആ നിന്നെ കണ്ടാണ് പേടി. എന്നാണ് പേടി? നീ എന്നെ പേടിക്കണം, ഭയപ്പെടണം. ജാവിദ് വരും. ജാവിദ് കാർ പാർക്ക് ചെയ്യുന്നു. ആ ലേക്കിന്റെ വ്യൂ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, നല്ല രസമുണ്ട്. അത് ഇവിടെ നല്ലൊരു ലേക്കും എൻ്റെ ബാക്ക്ഗ്രൗണ്ടിലായിട്ട് മലയും, അവിടേക്ക് ഇങ്ങനെ മഞ്ഞിങ്ങനെ കോടയിങ്ങനെ പതുക്കെ ഇങ്ങനെ ഇറങ്ങുന്നു. നല്ലൊരു അടിപൊളി മോർണിംഗ് വ്യൂ. ഞാനുണ്ടോ ഞാൻ ദൂരത്തുനിന്നാണ് ഉപയോഗിച്ചത്. നല്ല ക്ലീൻ ആണ് കേട്ടോ ആ സൈഡ്. ഇവിടെ ഒരു കേറ് സാധിക്ക
എനിക്ക് നല്ലൊരു അടിപൊളി വീഴണേ. ഞാൻ എൻ്റെ മുകളിൽ കയറിയിട്ട് ഒരു SRK പോസ് ഇട്. അതിൻ്റെ മുകളിൽ അവിടെ കയറി, അല്ലെങ്കിൽ അവിടെ കയറി ഇരിക്കും. ഇവിടെ ഒരു കൊട്ടവഞ്ചിയൊക്കെ കിടപ്പുണ്ട്. ഈ ലേക്കിൽ മേ ബി ഇവരിത് കൊട്ടവഞ്ചിയിൽ ആൾക്കാരെ കയറ്റി കൊണ്ടുപോയിരിക്കും. ഇവൻ ഫുള്ള് നെഗറ്റീവ് ആണല്ലോ. എന്ത് ഇങ്ങനെയാണോ ഒരാള്? എടാ കള്ളം മലയാളി മോണേ, അല്ല തമിഴ്നാളി മോണേ, നീ എന്തൊരു മലയാളം പറയണത്? ഇത് തമിഴ്നാടാ, തമിഴ് പറയടാ. ഇവനുണ്ടല്ലോ ഇവിടെ കടയിൽ വെച്ചിട്ട്, ഇവിടത്തെ ചേട്ടൻ തമിഴാ. അപ്പൊ ഈ തമിഴ് ചേട്ടൻ ഇവനോട് തമിഴ് പറഞ്ഞിട്ട് അവന് മനസ്സിലാവുള്ള. എന്നിട്ട് ജാവിദാണ് അവന് പറഞ്ഞു കൊടുത്തത് എന്താണ് ആ ചേട്ടൻ പറയണത്. ഞാൻ കേട്ട് സത്യം നേര് നിർഭയം. അതാണ് എന്റെ എന്താണ് ഈ ചാനലിന്റെ മോട്ടോ. ഞാൻ സത്യസന്ധമായുള്ള കാര്യങ്ങളെ പറയുള്ളൂ. ഇവന് തമിഴ് മനസ്സിലായില്ല. യെസ്, നേരോടെ നിർഭയം. ഇവനീ പറയുന്ന മലയാളത്തറികളെല്ലാം ഞാൻ പഠിപ്പിച്ചു കൊടുത്ത. ഇവൻ ഞാൻ വിളിക്കുന്നതൊക്കെ കേട്ടിരിക്കും. എന്നിട്ട് നല്ല അടിപൊളി ഫോട്ടോ എടുത്തു. ക്യാമറ എടുത്തില്ല. ഹാപ്പി മൊമെന്റ്സ്. നമ്മള് ചാടുന്ന ഫോട്ടോ എടുത്തു ഗൈസ്. അടിപൊളി ചാടുന്ന ഫോട്ടോ ജാവിദ് എടുത്തു. 1 in a million ഫോട്ടോ. അല്ല, ചാടുന്ന ഫോട്ടോ എടുത്താൽ ജാവിദ് ഇതൊക്കെ സെൻഡ് ചെയ്യണം. ഹാപ്പി ഫേസസ്. എടാ ഇതൊക്കെയാണ്, പോയിട്ട് കാര്യമില്ല. ഇതൊക്കെ തന്നെയാണ്. ഇവനെന്താ ഇത് നീ തന്നെയാണോ? ഐഫോൺ മാജിക് ആണോ? അല്ലെങ്കിൽ എക്സ്പ്രഷൻ മോഡലാടാ, മോഡൽ. പുകലെങ്ങോട്ടാ നോക്കണേ? എന്ത് തലയിലെന്താണ്? ആക്ച്വലി നമ്മളൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ, ഞാൻ ക്ലാസ് മാറ്റാം എന്തിനാ വെറുതെ. നമ്മളൊരു സ്ഥലത്തേക്ക് ട്രാവൽ ചെയ്യുമ്പോൾ ലൈക്ക് എല്ലാവരും എല്ലായ്പ്പോഴും പറയുന്നതാണ് ഇറ്റ്സ് നോട്ട് അബൌട്ട് ദ ഡെസ്റ്റിനേഷൻ, ഇറ്റ്സ് അബൌട്ട് ദ ജേർണി. യെസ്, ലൈക്ക് അതിപ്പോൾ എങ്ങനെ പോയി കഴിഞ്ഞാലും, നമ്മൾ ബൈക്കിന് പോയാലും കാറിന് പോയാലും ബസ്സിന് പോയാലും എങ്ങനെ പോയി കഴിഞ്ഞാലും നമ്മളാ ജേണിയാണ് നമ്മൾ എൻജോയ് ചെയ്യേണ്ടത്. സോ യെസ്, വി ആർ എൻജോയിങ് അവർ ജേണി നോ. ലൈക്ക് ഊട്ടിയാണ് നമ്മുടെ ഡെസ്റ്റിനേഷൻ എങ്കിലും നമ്മളിപ്പോൾ ഇങ്ങനെ പല സ്ഥലത്ത് നിർത്തി അത് നമ്മൾ എൻജോയ് ചെയ്ത് പോകുന്നു. അപ്പോൾ അവർ പോകുന്നു എന്ന് പറഞ്ഞ് എന്നെ ഭീഷണിപ്പെടുത്തുന്നു. ഞാൻ വരാതെ കാർ ഇവിടെ നിന്ന് എടുക്കൂല. സാദിഖിന്റെ ചളിക്ക് വേണ്ടി മാത്രം ഞാൻ ഒരു സ്പെഷ്യൽ വ്ലോഗ് ഇറക്കണ്ടേ. തമ്പനയിൽ നീ ചിരിച്ചോണ്ടിരിക്കുന്നു, ചളിയൻ സാദിഖ്. ഇവന് ഓരോന്നും പഠിച്ചു നോക്കുക പൂകള്. കുമാരരെ പോലെ മായ പോലെയും ഭാവനാകാശത്തിലൂടെ അതിവിദൂരതാരകാനിലയൻ തിരയുമീകിനാവുറും പണിവേദികൾ. അമൃതാണോ? അവരുടെ ടീച്ചറിന്റെ പേരുണ്ടായിരുന്നു അമുദ. പട്ടാളക്കാരൻ. സാദിക്ക് വേണമെങ്കിൽ പ്രേമിലോ വേണ്ട, എല്ലാവരും ഇതിനകത്ത് ഒരു രീതിയിൽ പിടിക്കണ്ട. അങ്ങനെ ഫൈനലി നമ്മൾ ഊട്ടി എത്തി. നമ്മളിപ്പോൾ ലേക്കിൻ്റെ സൈഡിൽ ഒരു സ്ഥലത്ത് നിർത്തിയേക്കുവാണ്, ജസ്റ്റ് ഒന്ന് റീഫ്രഷ് ആവാൻ വേണ്ടിയിട്ട്. ദെൻ നമുക്കിനി സ്റ്റേ എടുത്തിട്ടില്ല. ആക്ച്വലി ഇവിടെ വന്നിട്ട് എടുക്കാനുള്ള പ്ലാൻ. അപ്പോൾ ഞാൻ മുന്നേ വന്നപ്പോൾ ഒരു എർത്ത് സ്റ്റേസ് എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലത്ത് സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നു. അതെനിക്ക് നല്ല ഇഷ്ടപ്പെട്ട സ്ഥലമായിരുന്നു. അപ്പോൾ അവിടെ ഇപ്പോൾ അത് ക്ലോസ്ഡ് എന്ന് പറഞ്ഞു. അപ്പോൾ ആ സെയിം പ്രോപ്പർട്ടി ആൾക്കാരുടെ തന്നെ വേറൊരു വിൻഡർ ലൈൻ എന്ന് പറഞ്ഞിട്ടൊരു
വിൻഡർ ലൈൻ ഹോസ്റ്റൽ എന്ന് പറഞ്ഞിട്ടൊരു സ്റ്റേ ഉണ്ട്. അപ്പോൾ അത് എയ്തർ അതെടുക്കും അല്ലെങ്കിൽ ഇവിടെ അടുത്ത് ലേക്കിൻ്റെ അടുത്തായിട്ട് എവിടെയെങ്കിലും സ്റ്റേ കിട്ടുമോ നോക്കും. സോ ഫസ്റ്റ് പ്രയോറിറ്റി നമ്മൾ ലേക്കിൻ്റെ അടുത്ത് കിട്ടുമെന്നാണ് നോക്കണത്. അപ്പോൾ ഈവനിങ് നടക്കാൻ ഇറങ്ങാനൊക്കെ വേണ്ടിയിട്ട് ഈ വിൻഡർ ലൈൻ സ്റ്റേസ് ഇവിടെ നിന്ന്, അതായത് ലേക്കിൻ്റെ ഇവിടെ നിന്ന് ഒരു 7 കിലോമീറ്റർ പോകണം. സോ ആ ഡിസ്റ്റൻസ് കുറക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ കിട്ടുമെന്ന് നോക്കും, ഇല്ലെങ്കിൽ അങ്ങോട്ടേക്ക് പോകും. അപ്പോൾ ആ അപ്ഡേറ്റ്സ് ഇപ്പോൾ വരും. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ കാറിൽ നിർത്തിയിട്ട് വെയിറ്റ് ചെയ്യുക. രണ്ടുപേരെ ഒന്ന് ഫ്രഷ് ആകാൻ പോയേക്കുക. ഉറക്കക്ഷീണമുണ്ട്, ചെന്നിട്ട് കുറച്ച് നേരം കിടന്ന് ഉറങ്ങണം. ആകെ ഇന്നും നാളെ ഉള്ളൂ, നാളെ ഉച്ച കഴിയുമ്പോൾ റിട്ടേൺ പോകണം. സോ ഇന്നത്തെ ഇനിയുള്ള ഈ ഡേ ബാക്കിയുള്ള ടൈമും നൈറ്റും ദെൻ നാളെ ഒരു ഉച്ച വരെ ഉള്ള സമയം, ഇത്രേ ഉള്ളൂ കയ്യിൽ. അതിനുള്ളിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യണം ഊട്ടിയിൽ. ഇറ്റ് വിൽ ബി ഫൺ, ജസ്റ്റ് ഫോർ റിലാക്സിങ്. ഉദകമണ്ഡലം മുനിസിപ്പാലിറ്റി, ഉദകമണ്ഡലം മാവട്ടം, പെരമ്പല്ലൂർ മാവട്ടത്തിലായിട്ട വട്ടക്കല്ലൂരിയിലെ സോ നമ്മുടെ സ്റ്റേ എത്തി. സ്റ്റേ ഇപ്പോൾ കാണിച്ചിരുന്നില്ല, കാരണം നമ്മൾ നേരത്തെ ആയതുകൊണ്ട് അവരവിടെ ഇപ്പോൾ അവിടെ ഓൾറെഡി ഉണ്ടായിരുന്ന ഗസ്റ്റ് ചെക്കൗട്ട് ആയിട്ടുള്ളൂ. അപ്പോൾ ശരിക്കും ഇവിടുത്തെ ചെക്ക് ഇൻ 1 PM സോ അവരിപ്പോൾ റൂം ക്ലീൻ ചെയ്ത് സെറ്റാക്കിയിട്ട് നമ്മൾ അറിയിക്കും. നമുക്ക് പക്ഷേ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. അപ്പോൾ ഇവിടെ അടുത്ത് തന്നെ ഒരു രാജൻസ് ടീ സ്റ്റോൾ ഉണ്ട്. സോ അവിടെ പോയാൽ നല്ല അപ്പവും ഇഡ്ഡലിയും എല്ലാം കിട്ടുമെന്നാണ് പറഞ്ഞു കേട്ടത്. സോ നമ്മളിപ്പോൾ അങ്ങോട്ടേക്ക് നടക്കുവാണ്. അപ്പോൾ നമ്മുടെ കാർ അവിടെ പാർക്ക് ചെയ്ത്, സ്റ്റേയുടെ അവിടെ പാർക്ക് ചെയ്തിട്ട് ഇവിടെ ജസ്റ്റ് വാക്കബിൾ ഡിസ്റ്റൻസ് ഒരു 300 മീറ്ററേ ഉള്ളൂ. സോ നമ്മളിപ്പോൾ അങ്ങോട്ടേക്ക് നടക്കുന്നു. ജാവിദും സാദിഖും സ്റ്റേ ചെയ്യുന്ന 2 സൈക്കിൾ കിട്ടി. അവരാ സൈക്കിൾ എടുത്ത് പോയി. ഞാനും പുകളും കൂടി നടക്കുന്നു. അല്ലേ പുകൾ? വിശക്കുണ്ടോ? കുറച്ച് ജസ്റ്റ് മിസ്സാണ് ആക്ച്വലി. ഇവിടുന്ന് ടോയ് ട്രെയിൻ ഇപ്പോൾ പോയി. അത് ബട്ട് സ്റ്റിൽ ടോയ് ട്രെയിനിൻ്റെ വീഡിയോ ഞാൻ കവർ ചെയ്യും എന്തായാലും. അത് ഇന്നല്ലെങ്കിൽ നാളെ. ഞങ്ങൾ കയറാൻ ചാൻസ് ഇല്ല, ബട്ട് സ്റ്റിൽ ഞാൻ ലൗഡേൽ സ്റ്റേഷനും ടോയ് ട്രെയിനിൻ്റെ വീഡിയോ ഞാൻ എന്തായാലും കവർ ചെയ്യും ഇപ്പം. കാരണം ഞാൻ ഇതുവരെയായിട്ടും ആ സ്റ്റേഷൻ്റെ അകത്തേക്ക് കയറിയിട്ടില്ല. അപ്പോൾ എനിക്കത് എക്സ്പ്ലോർ ചെയ്യണം, ദെൻ അതൊരു വീഡിയോ ആക്കണം. സോ നമ്മളങ്ങനെ ചായക്കെടുത്താനായി. യെസ്, ഇത് ശരിക്കും ലൗഡേലിൻ്റെ അവിടെ നിന്ന് താഴേക്ക് ഇറങ്ങുന്ന റോഡാണ്. യെസ്, രാജൻ ടീ സ്റ്റോൾ, സൈക്കിൾ റൈഡേഴ്സ്. ദിസ് ഈസ് രാജൻസ് ടീ സ്റ്റോൾ. അവിടെ എൻ്റെ പാട്ടുണ്ട്. വിശക്കുണ്ടോ? നല്ലോണം നല്ലോണം വിശക്കുണ്ടോ? ഇതുണ്ട് നമ്മുടെ പഴം ഫുഡ് ഇഡലി വട, എന്തോ ദോശ, ഇഡലി വട. ഓ ഓക്കെ. മലയാളം ഇവിടെ എന്താണ് മലയാളം? നിന്റെ നാടല്ലേ? സോ എന്താ ഫുഡ് കഴിക്കട്ടെ, ബ്രേക്ക്ഫാസ്റ്റ്. ഇന്നത്തെ ഡേയുടെ എനർജി ഇതിലാണ്. Hey buddies, hey buddies, stop there. Sit. I won't touch you. എനിക്ക് ഫുഡ് കഴിക്കണം, കൈ കഴിക്കാൻ വേണ്ടിയാണ്. Hey, hello. പേടിക്കുവാണോടാ? ഇതൊന്നും ചെയ്യലടാ. ഇവനാണ് ആ കൂട്ടത്തിലൊരു ഡോഗ്. യു ഡോണ്ട് നീഡ് ടു ലുക്കിംഗ് ഫോർ എ ഡോഗ്, ദ ഡോഗ് വിൽ ഫൈൻഡ് യു എന്ന് പറയണ ആ ഡോഗ് ഇവരാണ്. ഇതിന് ഭയങ്കര വലട്ടവും അവൻ എനിക്ക് ഐ കോണ്ടാക്ട് തരുന്നുണ്ട്. നക്കരുത്. അടി. യെസ്, നമ്മൾ പിന്നെ എവിടെ ചെന്ന് കഴിഞ്ഞാലും അവിടെ കുറച്ച് ഡോഗ്സ് ഉണ്ടാവും. അത് നമ്മുടെ ഫേവറേറ്റ് ആണല്ലോ. സോ ഡോഗ്സിനെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വിടില്ല.
കുട്ടികൾ വരി വരിയായി നിരനിരയായി ഫുഡ് കാത്തിരിക്കുന്നു. എനിക്ക് ഫുഡ് വേണം, എനിക്ക് ഫുഡ് വേണം. ആഹാ, എന്താ അനുസരണ. നമ്മള് ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. ഇവിടെ ഞാൻ തന്നെയാണ് പാട്ടിട്ടേക്കുന്നത്. ഞാൻ ഇതിന് പാട്ട് കൊടുത്തേക്കോ. दोस्ती हम नहीं तोड़ेंगे, तोड़ेंगे दम मगर. തിരിച്ചു തിരിച്ചുടിക്കി നമ്മളെ തിരിച്ചുടിക്കാൻ അങ്ങനെ അടിച്ചോണ്ടിരുന്നു. എടാ എനിക്ക് ബാലൻസ് ഇല്ല ചാടില്ല ഞാൻ പിടിച്ചതാണ്. എടാ അതിനകത്തന്നെ വീട് എടുത്തടാ. എവിടെ പോകും? എടാ